എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഡെസ്റോസ് ഐലാൻഡ് കാണിക്കും. അവിടേക്ക് ഇപ്പം നേവിയിലെ ഒഫീഷ്യൽസ് എല്ലാവരും കടന്നു വരികയാണ്. മെയിനായിട്ട് സുറു എന്ന് പേരുള്ള ആ ഒരു ലേഡി, അവരുടെ കൂടെ തന്നെ മുറുക്കൊക്കെ കഴിച്ച് ഹായ് ആയിട്ട് നമ്മുടെ സെൻഗോക്കു. ആ സുറു ലേഡി ആണെങ്കിൽ അവിടെയുള്ള സോൾജേഴ്സിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം ഐലാൻഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും ലൂഫിയെക്കുറിച്ചും ചോദിക്കും. അതിനവര് പറയും ഐലാൻഡിൽ ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളെല്ലാം തന്നെ നേവി സോൾജേഴ്സ് ചെയ്തു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടേക്ക് വന്ന വലിയ വലിയ വില്ലന്മാരും പൈററ്റ്സും എന്തിന് ആ സ്ട്രോ ഹാറ്റ് ലൂഫിയും എല്ലാവരും ഈ ഐലാൻഡിൽ തന്നെയുണ്ട്. ആരും ഇവിടുന്ന് എവിടേക്കും പോയിട്ടില്ല. ഐലാൻഡിന്റെ മുക്കിലും മൂലയിലും നേവി സോൾജേഴ്സ് ഉണ്ട്. സോ പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവരെയും ഇവിടുന്ന് കണ്ടെത്തി കൊണ്ടുപോകാനായിട്ട് കഴിയും. സെൻഗോക്കു ആണെങ്കിൽ ആളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ അക്കൈനോയുടെ തലയിൽ വെച്ചു കൊടുത്തു. അതിനുശേഷം ഇപ്പൊ സിമ്പിളായി ഒരു ചീഫ് ഒഫീഷ്യൽ ആയിട്ടാണ് നേവിയിൽ വർക്ക് ചെയ്യുന്നത്. ആളങ്ങനെ നടന്നു വന്ന് നൂഡിൽസ് കഴിക്കുന്ന നമ്മുടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിനോട് ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ ലൂഫിയെ കണ്ടെത്തിയില്ല? ആളാണെങ്കിൽ സിമ്പിളായിട്ട് പറയും, ലൂഫി ഇപ്പോ ഒരു ക്രിമിനൽ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്തതും ആ ഡോഫ്ലമിംഗോയെ തല്ലി തോപ്പിച്ച് ഇവിടെയുള്ള എല്ലാവർക്കും ഒരു ഹീറോയായി മാറിയതും ലൂഫിയാണ്. സോ എന്നെ കൊണ്ടിപ്പോ ഒരു ഡിസിഷനിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഈ ഡയല് ഞാൻ 3 ദിവസമായിട്ട് ടോസ് ചെയ്ത് നോക്കി. ഇതിൽ 1 എന്ന നമ്പർ വന്നാൽ ഞാൻ ലൂഫിയെ അവനെ പിടിക്കില്ല. ബാക്കി ഏത് നമ്പർ വന്നാലും അവനെ ഞാൻ പിടിക്കും. പക്ഷേ 3 ദിവസമായിട്ടും നമ്പർ 1 മാത്രമാണ് ഈ ഒരു ഡയലിൽ വീണതെന്ന് പറഞ്ഞ് അവനത് കാണിച്ചു കൊടുക്കും. സെൻഗോക്കു ആണെങ്കിൽ അത് നോക്കി പൊട്ടിച്ചിരിക്കും. ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആണെങ്കിൽ സുറുവിനോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എനിക്ക് ചെയ്തു തന്നു. അതിന് സുറു ഒരു ടെൻഷനായിട്ട് പറയും, ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ അനുസരിക്കുന്നില്ല? ബൗണ്ടിയുള്ള പൈററ്റ്സിനെ അതാരായിരുന്നാലും നമുക്ക് അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റുമെന്ന് തീർത്തു പറയും. അപ്പോഴായിരിക്കും പ്രിൻസസ് മൻഷേരി അവിടേക്ക് വന്ന് അവളുടെ പവർ അത് കൂട്ടാൻ പറ്റിയ ഒരു എനർജി അത് അവരുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കും. ആക്ച്വലി ഇതവൾ ചോദിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് 3ാമത്തെ തവണയാണ്. ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിനാണെങ്കിൽ ചത്താ മതിയെന്നാവും. സെൻഗോക്കു ആണെങ്കിൽ ഇപ്പൊ മനുഷ്യരെ കണ്ട് അത്ഭുതപ്പെടും. അതിന് മനുഷ്യരി പറയും, ഞാനാണ് ലിറ്റിൽ പീപ്പിളിന്റെ പ്രിൻസസ്, സാക്ഷാൽ മനുഷ്യരി. ഉടനെ സെൻഗോക്കു അവനാണെങ്കിൽ അവളെ കളിയാക്കാൻ തുടങ്ങും. അത് കേട്ട് ആ ലിറ്റിൽ പീപ്പിൾസ് അവരാണെങ്കിൽ ഇപ്പൊ സെൻഗോക്കുവിന്റെ അടുത്ത് ചൂടാവുകയാണ്. പക്ഷെ പ്രിൻസസ് ആണെങ്കിൽ അതൊന്നും കാര്യാക്കാതെ അവള് ഇപ്പൊ സുറുവിനോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ മാങ്ഷനിൽ വയലറ്റ് ആണെങ്കിൽ റബേക്ക അന്വേഷിച്ച് നടക്കുകയാണ്. അതേസമയം റബേക്ക അവളുടെ പപ്പ കൈറോസ് എഴുതിയ ലെറ്റർ അത് വായിച്ച് ഷോക്കാവും. അവൾ ഗ്രാൻഡ്പയോട് ചോദിക്കും, എന്തുപറ്റി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലെറ്റർ അത് പപ്പ എഴുതിയത്? അതിന് കിങ് റിങ്കു പറയും, എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അവൻ ആവശ്യപ്പെട്ടത് ആ ലെറ്ററിലുണ്ട്. എന്നെ ആലോചിച്ച് തീരുമാനിക്കാം, എല്ലാ തീരുമാനങ്ങളും നിന്റെ കയ്യിലാണ്. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ആങ്കർ ആളാണെങ്കിൽ സ്റ്റേജിൽ കയറി നിന്ന് വമ്പൻ അനൗൺസ്മെന്റ് ഒക്കെ കൊടുക്കുകയാണ്. ജനങ്ങളെല്ലാവരും എന്തോ ഒരു വലിയ പ്ലേസ് കാണാനായിട്ട് അങ്ങനെ ആകാംക്ഷയോട് കൂടെ കാത്തിരിക്കും. 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റിങ്കു ഫാമിലി അവരിപ്പോ ഡെസ്റോസയുടെ ഭരണം ഏറ്റെടുക്കാൻ പോവാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കിങ് റിങ്കു ആൾക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര ടെൻഷനാണ്. അതിന് കിങ് എലിസബല്ലോ പറയും, റബേക്കയെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവള് ഭയങ്കര പവർഫുൾ ആണ്. അവളുടെ അമ്മ അവള് ധീരയായ ഒരു പ്രിൻസസ് ആയിരുന്നു. കൈറോസിന്റെയും അവളുടെ അമ്മയുടെയും ധീരതയും പവറും ഒക്കെ അവൾക്കും കിട്ടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അവള് ഒരു നല്ല പ്രിൻസസ് ആയിരിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ റബേക്കയെ കാണിക്കും. അവളെ ആണെങ്കിൽ ഇപ്പൊ ഒരു പ്രിൻസസ് ആക്കി ഒരുക്കിയിരിക്കുകയാണ്. അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇപ്പൊ ഐലാൻഡില് ജനങ്ങളെല്ലാവരും ചേർന്ന് ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ജനങ്ങളെല്ലാവരും ഇപ്പോഴും കരുതിയിരിക്കുന്നത് സ്കാർലെറ്റ് അവള് ഈ ഐലാൻഡ് വിട്ട് പോയി എന്നാണ്. സോ അവരെല്ലാവരും അവളെ ഓർത്ത് ഒരുപാട് വിഷമിക്കും. അവളിപ്പോ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സന്തോഷ നിമിഷം അത് അവൾക്കും കാണാമായിരുന്നു. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ കൈറോസിനെ കാണിക്കും. ആളാണെങ്കിൽ സ്കാർലെറ്റിന്റെ കല്ലറയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അവർ 3 പേരും ഉണ്ടായിരുന്ന ആ ഹാപ്പി മൊമെന്റ്സ് അതെല്ലാം ആൾ ഒരു സെക്കൻഡ് ആലോചിക്കും. ഇനി ഒരു കാരണവശാലും റബേക്കയുടെ ബോഡിയിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ആൾ അവിടെ വെച്ച് ഒരു ശബ്ദം എടുക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാമുറായും കാഞ്ചറോയും അവർ 2 പേരും അവരുടെ ബേർഡുമായിട്ട് ഡെസ്റോസ ഐലാൻഡിന്റെ ഒരു ഭാഗത്ത് വന്ന് അങ്ങനെ സേഫ് ആയിട്ടിരിക്കുകയാണ്. അവർ ബൈനോക്കുലർ ഒക്കെ വെച്ച് ചുറ്റും നോക്കും. ഇപ്പൊ അവിടുത്തെ അവസ്ഥ എന്താണ്, നേവി സോൾജേഴ്സ് അവരുടെ മൂവ്മെന്റ്സ് അതെന്താണെന്ന് അറിയാൻ. നേവിക്കാരാണെങ്കിൽ ഐലാൻഡിലുള്ള ജനങ്ങൾക്കെല്ലാം തന്നെ മങ്ഷരിയുടെ
ഹീലിംഗ് ഫ്ലവർ ഒരെണ്ണം വെച്ച് സപ്ലൈ ചെയ്യാണ്. ഒരാൾക്ക് ഒരെണ്ണം മാത്രമായിരിക്കും അവർ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കുക. അവരതുപയോഗിച്ച് അവരുടെ ബോഡിയിലുള്ള വലിയ വലിയ പരുക്ക്, സ്ക്രാച്ച് എന്നിങ്ങനെയെല്ലാം സെക്കൻഡുകൾ കൊണ്ട് അങ്ങനെ ഹീൽ ചെയ്യാണ്. ഇങ്ങനെ സമാധാനപരമായിട്ട് അവിടെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നേവി സോൾജേഴ്സ് ഇപ്പൊ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അച്ഛരം പൊച്ചറ ഓടുന്നതായിട്ട് അവർ കാണുക. അവർക്ക് മനസ്സിലാവില്ല എന്താ സംഭവിക്കണേന്ന്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ മങ്ഷരി അവൾ അവിടെയുള്ള ഓരോ നേവി സോൾജിയറിന്റെ കയ്യിൽ നിന്നും അവരുടെ കൊറേശ്ശെ പവർ അത് അബ്സോർബ് ചെയ്തെടുത്ത് ഒരു ഹീലിംഗ് പവറാക്കി കൺവേർട്ട് ചെയ്യാണ്. ആക്ച്വലി ഇതാണ് 3 ദിവസമായിട്ട് അവള് ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിനോട് ചോദിച്ചു കൊണ്ടേയിരുന്നത്. അടുത്ത നിമിഷം സെൻഗോക്കു അവന്റെ ജയന്റ് കൈ അത് പ്രിൻസസിന് നേരെ നീട്ടുകയാണ്. എന്റെ കയ്യിൽ നിന്ന് ഒരു 10 പേർക്ക് ആവശ്യമായിട്ടുള്ള ഹീലിംഗ് പവർ നിനക്കെടുക്കാം. അത് കേട്ട് മങ്ഷേരി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. പക്ഷെ അപ്പോഴായിരിക്കും വേറെ കുറച്ച് സോൾജിയേഴ്സ് അവര് വിളിച്ചു പറയാ, ഞങ്ങളുടെ ബോഡിയിൽ നിന്ന് 15 പേർക്കുള്ളത് എടുത്തോളൂ. അത് കേൾക്കുമ്പോൾ ഇപ്പൊ സെൻഗോക്കുവിന് കുറച്ച് അസൂയാവും. അവൻ 20 എന്ന് മാറ്റി പറയും. 2 ടീമും എമൗണ്ട് കൂട്ടി കൂട്ടി പറഞ്ഞ് സെൻഗോക്കു ലാസ്റ്റ് 100 കൊണ്ട് അവിടെ നിർത്തുകയാണ്. അവളാണെങ്കിൽ ഡബിൾ ഹാപ്പി ആവും. 100 പേർക്ക് കൊടുക്കേണ്ട ഹീലിംഗ് പവർ അതാണ് ഇപ്പൊ സെൻഗോക്കുവിൽ നിന്ന് അവൾക്ക് കിട്ടാൻ പോകുന്നത്. മറ്റൊരു ഭാഗത്ത് ആ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളാണെങ്കിൽ ആളുടെ കയ്യിലുള്ള ഡയല് ഇപ്പോ സുറൂര കയ്യിൽ കൊടുക്കും. തീരുമാനം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്. ഈ ഡയലില് ഒന്നൊഴിച്ച് ബാക്കി ഏത് നമ്പർ വന്നാലും ട്രഫാർഗർ ലോയെയും ഞാൻ പിടിച്ചു തരും. അതല്ല ഒന്നാണ് വരുന്നതെങ്കിൽ എന്നെ കൊണ്ട് അതിന് കഴിയില്ല. കട്ട് ചെയ്ത അഞ്ചറോയും സാമുറായും ആണെങ്കിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ മുൻപിൽ കൊണ്ടുവന്നിടും. അതിന്റെ സ്മെല്ല് കിട്ടേണ്ട താമസം ഒക്കത്തിൽ താനെ എഴുന്നേറ്റ് വന്ന് നമ്മുടെ ലൂഫി ഉണ്ടായിരുന്ന ഫുഡ് മുഴുവൻ അങ്ങനെ വാരി വാരി അവന്റെ വായിക്കകത്ത് ആക്കുകയാണ്. എല്ലാവരും ഇപ്പൊ വാശിയോട് കൂടെ ഭക്ഷണം കഴിക്കും. കാരണം ഫുഡ് കഴിച്ച് ആവശ്യത്തിന് സ്ട്രെങ്ത് ആയി കഴിഞ്ഞ് എത്രയും വേഗം അവർക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. കാരണം നേവി ആണെങ്കിൽ മൊത്തത്തിൽ ഐലാൻഡ് ചുറ്റി വളച്ചിരിക്കുകയാണ്. ഓരോയ്ക്കാണെങ്കിൽ ലൂഫിയുടെ കളി ഒട്ടും ഇഷ്ടാവില്ല. അപ്പോഴായിരിക്കും ഒരു ഷോക്കിംഗ് ന്യൂസ് പറയും. ഐലാൻഡിലുള്ള എല്ലാവരും പറയുന്നത് കൈറോസ് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ്. ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. അത് കേട്ട് ലൂഫി ആണെങ്കിൽ കൈറോസിനെ ചൂണ്ടിക്കാണിക്കും. നിങ്ങളത് കാണുന്നില്ലേ, കൈറോസ് അവ പച്ച ജീവനായിട്ട് അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് വീണ്ടും കിടന്നുറങ്ങും. അതിന് കൈറോസ് പറയും, ആ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തത് ഞാനാണ്. ആക്ച്വലി റബേക്കയെ കുറിച്ച് ഓഫ്ലമിംഗോയുടെ ഫാമിലി അവര് കണ്ടെത്തി കഴിഞ്ഞു. സ്കാർലറ്റിന്റെ മകളാണ് റബേക്ക എന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. പക്ഷേ റബേക്കയുടെ അച്ഛൻ ആരാണെന്ന് ആർക്കും അറിയില്ല. ആ രഹസ്യം അതാരും അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് വാറില് ഞാൻ കൊല്ലപ്പെട്ടു എന്നൊരു കള്ളം എല്ലാവരോടുമായിട്ട് പറഞ്ഞത്. എന്നെപ്പോലെ ഒരു ക്രിമിനലിന്റെ മകളാണ് റബേക്ക എന്നറിഞ്ഞ ഒരിക്കലും ആരും അവളെ ഒരു പ്രിൻസസ് ആയിട്ട് അംഗീകരിക്കില്ല. അവൾക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് ഇൻസൾട്ടും കളിയാക്കലൊക്കെ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഈ കാര്യം ഞാനൊരു ലെറ്ററിലൂടെ ഓൾറെഡി അവളെ അറിയിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഈ ഐലാൻഡിൽ നിന്ന് പോയാൽ ഉടൻ ഞാനും ഈ ഐലാൻഡിൽ നിന്ന് പോവും. ഞാനിവിടെ ഉണ്ടെങ്കിൽ റബേക്കയ്ക്ക് ഒരിക്കലും അവളുടെ ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അവൻ പറയും തോറും നമ്മുടെ ആൾക്കാർക്ക് കലി കയറി വരും. അപ്പോഴായിരിക്കും ആരോ ഒരാള് ഇപ്പൊ അവരുടെ വീടിന് ലക്ഷ്യമാക്കി അങ്ങനെ 100-110 ഓടി വരികയാണ്. അവിടേക്ക് ഓടി വന്നത് അത് മറ്റാരുമല്ല, സാക്ഷാൽ പച്ചത്തലയൻ. നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും കണ്ട് അവനിപ്പോ സൂപ്പർ എക്സൈറ്റഡ് ആവും. സോറോ ആണെങ്കിൽ കാര്യം അന്വേഷിക്കും. അതിനവൻ പറയും, നേവി ആൾക്കാർ ഇവിടെ മുഴുവൻ ക്യാമ്പ് അടിച്ചിരിക്കുകയാണ്. വൈസ് അഡ്മിറൽ സുറുവും സെൻഗോക്കുവും അവർ രണ്ടുപേരുടെയും നേതൃത്വത്തിലാണ് ഇവിടേക്ക് നേവിക്കാർ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. അടുത്ത നിമിഷം ലിയോയുടെ കോള് വരും. ലിയോ ആണെങ്കിൽ ടെൻഷനായിട്ട് നമ്മുടെ ആൾക്കാരോട് പറയും, എത്രയും വേഗം നിങ്ങൾ ഈ ഐലാൻഡിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണം. നേവി ആൾക്കാർ അവരിപ്പോൾ അന്വേഷിക്കുന്നത് നിങ്ങളെയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ ഒരു ഡയൽ കാണിക്കും. ഡയലിൽ ഇത്തവണ വീണത് 6 എന്ന നമ്പറാണ്. ബ്ലൈൻഡ് നേവി ഓഫീസർ ആണെങ്കിൽ സോൾജിയേഴ്സിനെ എല്ലാവരെയും പാരീസ് ലക്ഷ്യമാക്കി അങ്ങനെ പറഞ്ഞു വിടുകയാണ്. ഒരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. മറ്റൊരു ഭാഗത്ത് റബേക്ക അവള് രാജ്യത്തിന്റെ സ്ഥാനം അത് ഏറ്റെടുത്ത് നടന്നു വരും. ഇവിടെ കൈറോസും അവർ രണ്ടുപേരും ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷനിലാണ്. പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ചെക്കൻ അവൻ ചിക്കനും മട്ടനും ഫ്രൂട്ട്സും അങ്ങനെ എല്ലാം തന്നെ വെട്ടി വിഴുങ്ങുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.